തൊമ്മനും മക്കളും തൊമ്മനും മക്കളും. എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. കൊള്ളാം, കലക്കിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ത് പണ്ടാലോട് എഴുതി വെച്ചേക്കണത്? തെമ്മനും മക്കളുവാ. ദീർഘം എവിടെ? ദീർഘം തൊമ്മന്റെ താ കഴിഞ്ഞ ദീർഘം വേണം. തൊമ്മന് ദീർഘ തോമനെന്താ വായിക്കണ പോത്തെ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? അതെ, തെണ്ടിയുടെ തേ അല്ല, തൊണ്ടിയുടെ തോ. തൊമ്മന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഈ സ്മെല്ലിംഗ് ഒക്കെ മതി, ഞങ്ങളുടെ അപ്പനല്ലേ, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ആരുടെ അപ്പനായാലും എന്താ ദീർഘം വേണ്ടടുത്ത് ദീർഘം വേണം. പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ദീർഘം ഫുൾ ടൈം വെള്ളമടിച്ച് നടക്കണ അപ്പനെ ഒന്നും വായിക്കാൻ പോണില്ല. ഇനി നീയായിട്ട് പോയി പറഞ്ഞല്ലേ ഇപ്പോൾ ഞാൻ കണ്ടിരുന്നാൽ മതി. പണ്ടാറെടുക്കാനായിട്ടുള്ള പെയിന്റും തീർന്നു. അതിരിക്കട്ടെ, ലോറി അവിടെ അടിച്ചു മാറ്റിയതാണ്. ഒറ്റ കിണ്ണിയ വെച്ചാ പന്നി. എന്താണ് ഇത്? അടിച്ചു മാറ്റിയും പൊളിച്ചു മാറ്റിയൊന്നുമല്ല, പിന്നെ വീടും പറമ്പ് എഴുതി കൊടുത്ത് മേടിച്ചാണ്. ദൈവമേ, അപ്പൊ പണി നിർത്തി എന്ന് പറഞ്ഞ നേരാണ്. അല്ലാതെ എടാ, അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങളത് മാറ്റിയല്ല. ദാറ്റ് ഈസ് ഓൾ. അല്ല, ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോണു? അതിനല്ലടാ ഉടുമ്പേ ഞങ്ങൾ ഈ ലോറി വാങ്ങിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവാ. നാട്ടിൽ നിന്നും പോണേനാ? ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. ഞങ്ങള് പോയാൽ നിനക്ക് ഷോർട്ടേജല്ലേ? ഈ ലൊക്കാലിറ്റി മുഴുവൻ ഒതുക്കി കിട്ടൂലേ? അതൊക്കെ ശരിയാണ്. മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പൊക്കണം നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലെല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റത്തേക്കൊരു വിഷമം. ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പറയരുത്. ഞാനിപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത്. വെളുക്കുന്നത് വരെ ഉറക്കൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത്. അതൊന്നും അധ്വാനമല്ലേ? ഇന്നലെ വരെ അന്നം തന്ന തൊഴിലെ തള്ളി പറയല്ലേ കേട്ടാ. എന്റെ ശിവ, എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ. കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ് അവിടെ ഇട്ട് നല്ല കിഴി കിഴിക്കാണ്. ഈശോ, അയ്യോ അയ്യോ അയ്യോ. സത്യം വേടാ, ആ തൊണ്ടി എവിടെ? നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരിക്കണത്? ഒന്നേമാനെ, ഞങ്ങളത് എടുത്തിട്ടില്ല. ഞങ്ങള് മോഷണം നിർത്തി. സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ശരിയായിരിക്കും സാറേ, അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മൻ എല്ലാം സമ്മതിക്കുന്നല്ലേ. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവനോ വക്കീലിന് വിട്ടുന്ന വാച്ച് പോലെ മൂട്ടിച്ചത്? തൊണ്ടി മുതല്. അയ്യോ, നീയൊക്കെ എന്നാടാ പോലീസിന്റെ പണി തുടങ്ങിയത്? പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ. സാറ് പഴയ വൈരാഗ്യം വെച്ച് ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്ന് തീർക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെ കൂടി ഞങ്ങൾക്ക് പോകണ്ടേ, അതുകൊണ്ട് ചെയ്തു പോയതാ. പോലീസുകാർക്ക് ലഡു കൊണ്ടുവന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല. നല്ലവനായ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചത്? ഒന്നുമില്ലേലും പ്രായമുള്ളൊരു മനുഷ്യനില്ലേ. എന്താടാ അപ്പനെ തല്ലിക്കൊണ്ട് ദണ്ണിച്ചോ നിനക്ക്? അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ. എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ. ഇനി വേണ്ട സാറേ, ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട. കൈ തടയുന്നോടാ റാസ്കൽ. അയ്യോ, ലഡു തന്ന കൈക്ക് കൊത്തരുത്. അവിടെ കേടാ, അവൻ മുങ്ങുന്നടാ. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, മൂത്രം ഒഴിക്കാൻ പോയതാണ്. തന്നതൊക്കെ തിരിച്ചു കൊടുക്കാപ്പാ. തൊമ്മൻചേട്ടാ എന്നെ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല. നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടാ. പോട്ടെ സാറേ. അപ്പം സാരിപ്പേടാണോ? ഒരെണ്ണം എന്നാ വേഗം ചെല്ല്. ഇതുകൂടി എന്താടാ കേടായി? എന്താ പറ്റിയത്? ഇത് ഏതാടാ സ്ഥലം? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റേ. കർണാടകയിൽ കർണാട്ടിക്കല്ലേ?
എന്തായാലും നേരം വെളുക്കട്ടെ. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർഷാപ്പ് കൊണ്ടുവന്ന് നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ, പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു കാണും. പിന്നെ ഒന്ന് കിടന്നു കച്ചറ പറയാം. വണ്ടിക്ക് പണ്ടാറടങ്കം കണ്ട സ്ഥലം ചെക്കനാന് വേണ്ടി വേണ്ടാന്ന് 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലം ഒരു വിലയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി നിന്റെ കയ്യിൽ കിടക്കേണ്ട അപ്പന്റെ ഇരിക്കണം. പൊണ്ടാർ കിടക്കാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണ്. അപ്പന് വിശക്കുണ്ടാ? ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. ഏയ്, അപ്പന് വിശക്കത്തില്ലല്ല. അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലിയാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കണ്ടറ വല്ലതും കിട്ടുമെന്ന് നോക്കിയാലോ. നീ എവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ. മകനെ, പുലിയെക്കേട്ടാ ഇങ്ങോട്ട് പോരി കേട്ടാ. അപ്പാ അപ്പോയി തൊമ്മ, എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ? മകരമാസമല്ലേ, കാണും. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയണം. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും തൊമ്മന് വീടാനുഭവത്തിന്റെ നാളുകള് ഒടുക്ക കുരിശു മരണവും. ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളെ വാക്കിട്ട് അപ്പനെ പുറംകാലിനടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല. പിന്നെയല്ലേ മൂക്കി പല്ല് വന്നപ്പോ. തോന്നിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ ഇടത്തും പടുത്തും നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലിയാണാടാ. പുലി കുരക്കും. കുറച്ച് ചോറ് കിട്ടിയുള്ളൂ. നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറിക്കൊണ്ട് വരും. നീ നന്നാകലെ ആരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടാ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചൊന്നും അല്ല. പിന്നെ നീ എന്തിനാണ് ഓടിയത്? പട്ടി കടിച്ച് പേള കേട്ട് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടോ, വിശക്കണമെന്ന് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല ശവം. തെണ്ടിയതായാലും മോട്ടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ട് ഒരു ഒറ്റടി. പിന്നെ എനിക്കവിടെ ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് എടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട പട്ടി. നീ വേണം പട്ടി. നിർത്തണ പട്ടികളെ. എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച്. എന്നാ ഇത്തിരി ചതാവിരി അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പനൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്താണ്? ഒരു അരക്കുപ്പി ബ്രാൻഡ് മേടിച്ച് പൊട്ടിച്ചാൽ ലൂക്കോസ് ഉപ്പിക്കകത്തേക്ക് ഒഴിച്ചതാ. ചപ്പനൊന്നും മുണ്ടാണ്ട് കിടക്കണ്ട. ബ്രാൻഡ് കുടിക്കാൻ പറ്റിയ നേരം. ഓടാ പന്നി. അതെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റോസമ്മ എന്നെ കണ്ടിട്ടേ പോകാവൂ. എങ്ങനെയുണ്ട് തൊമ്മൻ? വേറെ കുഴപ്പമൊന്നുമില്ല ഡാക്ടറെ. പിന്നെന്താ? പക്ഷെ മൂത്രം പോണില്ല. ഈ ലൂക്കോസ് കയറ്റം നിർത്തിയിട്ടേ ഇത്തിരി മൂത്രം കയറ്റിയാൽ മതിയായിരുന്നു. അതെ, ഈ മൂത്രം അകത്തേക്ക് കയറ്റാനുള്ളതല്ല തൊമ്മൻ, അത് പുറത്തേക്ക് ഒഴിക്കാനുള്ളതാ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ വേണേ പോകാം കേട്ടോ. എന്നാ ഇന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്തേക്ക് ഡോക്ടറെ. പേഷ്യന്റ് നിങ്ങളുടെ ആരാ? അപ്പനാണ്. ആഹാ, എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? അപ്പന് ഫാമിലി ഒന്നുമില്ല, ഞങ്ങള് മക്കള് മാത്രമേ ഉള്ളൂ. ഓഹോ. അല്ല ഡോക്ടറെ, അപ്പനെന്താണ് സൂക്കേട്? സൂയിസൈഡ് അറ്റംപ്റ്റ്. അയ്യോ, അതത്രയും വലിയ സൂക്കേടാണോ? അല്ല, നല്ല അടിയിട്ടാത്തതിന്റെ സൂക്കേടാ. ആത്മഹത്യാശ്രമം. ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കഴിച്ചതാ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദിവസവും 3 നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ. ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് 4 നേരവും. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എൻ്റെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തൊമ്മൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ. ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കണോ സമയം?
അപ്പനെ ഈ കോലത്തിൽ കിടത്തിയപ്പോ നിനക്ക് സമാധാനമായില്ല. ഞാനെന്ത് ചെയ്തു? എടാ പാതിരാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണമായിരുന്നു അവര് ചതിക്കുന്നു. ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം. ബാക്കി നിനക്ക് വന്നിട്ട് എടാ, ശിവ, ഞാൻ- അങ്ങോട്ട് മാറി നിൽക്ക്. എടാ അത് പോട്ടെ, നീ ചോദിക്കാൻ നിൽക്കണ്ട. മകനെ നീ ഇങ്ങോട്ട് വന്നേ, എന്താ അപ്പ? ഇവിടെ ഇരുന്നേ. ഓ. സത്യം പറ, പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നതല്ലേ? അപ്പ എടാ പെങ്കുച്ചു കൊള്ളാല്ലേ? നീ അപ്പന്റെ തലയെ തൊട്ട് സത്യം ചെയ്തില്ലടാ പന്നി. നീ മോട്ടിക്കലെന്ന്. പിന്നെ നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്ത് 4 പേരുടെ ജീവൻ രക്ഷിച്ചത് തെറ്റായി പോയാ? അതല്ല. എന്തല്ല തെറ്റായി പോയെങ്കിൽ പറയടാ. നീ കുറച്ച് ചോറ് വിഷം കലക്കി താ, ഞാൻ അവരെ കൊണ്ട് തല്ലി തീറ്റിക്കാം. എന്താ വേണ്ടേ? വേണ്ടേന്ന്. പോടാ. എന്ത്? എടാ, പോടാ. ചുമ്മാ ഇരിക്കട്ടെ, കളിക്കല്ലേ? ഇയാൾക്ക് ഇത് തന്നെ പണിയാ. എന്താ വിഷമൊഴിക്കാത്ത കുറച്ച് കഞ്ഞിവെള്ളം തരുമോ? കഞ്ഞി പാകായിട്ടില്ല. എങ്കിൽ ഞാനും കൂടി സഹായിക്കാം. എന്താണെന്നറിയില്ല, വെറുതെ ഇരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. ഛെ, എങ്ങനെ പോകും മോളെ? ഇങ്ങോട്ട് മറിക്ക. ഇനിയും വല്ല വിഷമൊക്കെ ഇട്ട് തന്നാലോ? അതെ, എപ്പോഴും ഇങ്ങനെ വിഷത്തിന്റെ കഥ പറയണമെന്നില്ല. ഹേയ്, എന്താ കുട്ടി ഇത്? നിങ്ങളൊക്കെ ഇങ്ങനെ ദിക്സാക്ഷിയിലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. എന്താ അനിയത്തി കുട്ടികളുടെ പേര്? എന്റെ പേര് സിന്ധു. ആ ബിന്ദു. എന്താ ചേച്ചിയുടെ പേര്? ഷീല. ഷീല. ഞാൻ സത്യൻ. സത്യനും ഷീലയും. അല്ല, ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ചെമ്മീനില്ല, ചാള മതി അമ്മാമ. സ്മാർട്ട് ബോയ്. ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ. അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞു കിടക്കുക, പുറത്ത് നല്ല പെയിന്റും. എഞ്ചിൻ പണി മാത്രല്ല, ആക്സിലും പോയി കിടക്കുക. താനേ ശവമൊന്നും മാന്തിപ്പറിച്ച് വലിയ പണിയൊന്നും പണിയണ്ട. ഇതൊന്നും ഇവിടെ നിന്ന് ഓടാനുള്ള പരിപാടി തന്നാ മതി. ആക്സിൽ അഴിച്ചെടുത്ത് ലെയ്ത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം. നാളത്തേക്ക് വണ്ടി എടുക്കാം. ഇത് വല്ല ഇടങ്ങേറായല്ല. ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുവാ? ഈ നാട്ടിൽ ലോഡ്ജാ, അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം. ഇവിടൊക്കെ കൃഷിക്കാരല്ലേ, പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും. തേവരോട് ചോദിച്ചാ തേവാരെന്ന് പറയുന്നുണ്ട് കുറെ നേരമായില്ല. ആരാണ് ഈ തേവാര്? തേവരല്ല, തേവര്. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ. ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ. ശരിക്കും പറഞ്ഞാ തേവര് പാലക്കാടൻ മലയാളിയാ. 82-ൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ. ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ. സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലും, എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും. എന്താടാ പ്രശ്നം? എന്ത് വിട്ടായിരിക്കും. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3 4 5 6. പേടിപ്പിച്ച് കളഞ്ഞടാ പന്നി. നീ ഇങ്ങനെ കളിച്ചിരിച്ചു നടന്നോ? വണ്ടി പോകാൻ 3-4 ദിവസവും. വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ പോവാനാ? നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ. അതിപ്പോ ഇവിടെ തന്നെ ആയാലെന്താ? അതിന് നിനക്ക് പണി വല്ലതും അറിയാവാ? ഇതേ നമ്മുടെ അപ്പനവിടെ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പനുള്ള വാർണിഷ് മേടിച്ചാ. അന്യ വീടാണ്. അപ്പനോടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറ. യാ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്റെ പൊന്നു പണിക്കരി ചേട്ടാ, അങ്ങനെയാ ഞാൻ എന്റെ മേരിക്കുട്ടിയെ കെട്ടി. ടൊമാറ്റോ പിക്കിൾ എത്തി. ടൊമാറ്റോ അയ്യോ, ഇത് നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങ അല്ലേ? ഉള്ളിൽ തീയെരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ. വെള്ളം എന്തി? അല്ല, വെള്ളം വേണ്ട, എന്നാ പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല, അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്. നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം
മനസ്സിനൊരു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? സ്മാർട്ട് ബോയ്സ്. അപ്പൊ പോയേക്കല്ലേ? ഞാൻ പോയി അപ്പനെ വിളിച്ചിട്ടുണ്ട്. ആളക്കൊന്നല്ലടാ ഇത്. ഇതാരപ്പണ്ടടങ്ങാൻ പോവുകയാണ്. ദേവരുടെ വണ്ടിയാ. பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா அறிவு கட்டம் குண்டம். பார்த்து நிக்காம எல்லாத்துக்கும் வெளியே போடுறா. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ഓടാ വട്ടി. வெளியே போடுறா. சரி முடியடா. വേഗം വേണം. തെങ്ങേ നടക്കണമെന്നോ? ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ, ഞാൻ കൊക്കെ വീട്. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്. ഒന്നുകൂടെ പിഴിയടാ അവനെ. വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഒതയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാൾ തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? നിർത്തണേ. നീ ഞാൻ ഇവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും.
പക്ഷെ അവർ കുച്ചവരി നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. ദേ, തന്റെ നാട്ടിലെ ഗുണ്ടായിസം ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും, ഓർത്തോ? നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പാറു, ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട, വെടിമറ ചാക്കോ എന്ന് കേട്ടിട്ടുണ്ട. അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല ഈ തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമാ? അവന്റെ മോന്തക്കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രോം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പാലം വെക്കും, മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്. ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല, കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി ഇങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല, എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്, ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? ഒട്ടിക്കണേ തല്ലടോ. അമ്മ പാറു, പൂങ്കാവനം ആകെ തല്ലിപ്പൊളിയാക്കി. വണ്ടി വിട്ട വിട്ട. എന്ത് അവിവേക നിങ്ങൾ ഈ കാണിച്ചത്? അടി എരന്ന് മേടിച്ചാ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരായിട്ട് ഇങ്ങനെ പേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടിത്തന്നത് ആ കൊച്ചിന് ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചിലർ സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഛേ, എത്രയൊക്കെ വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മാറണം. ആഹാ, നീ അടിക്കാൻ പറഞ്ഞ പറഞ്ഞ അടിക്കുക. എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ. അയ്യേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ. സന്തോഷമായി പഠിക്കലേട്ടാ, എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ. മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടിയില്ലേ? ലോറി കൊടുത്ത് വീട്ടിൽ ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ആ പെൺകൊച്ചു നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു. അതെന്തും എടാ, നിന്റെ ഈ ചൂടൻ ചെമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക്. ദേ, നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആ നെത്തോലിപ്പിണിനാട് എന്റെ പട്ടി പറയും മാപ്പ്. ഡാ, നീ പറയുന്നു. ആ തേവാത്തി കൊച്ചു വരുന്നു. വാ, കേറുവാ കേറുവാ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ. എടാ, മുണ്ടഴിച്ചിട. എന്നിട്ട് അണ്ടർവെയർ ഇട്ട് നിൽക്കാനാ? മുടക്കി കുത്തൊഴിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട, തിമറ് വേണ്ട, വേണ്ട. മലയാളത്തിൽ രണ്ട് തെറി പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോരും അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ?
ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിന്റെ ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി. എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ. മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പനെ വയ്ക്കേ. ദേവരേച്ചി അതെ ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞ് ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തു. എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ല. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ? പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വല്ല പിരിവിനും വന്നതായിരിക്കും. ഊർക്ക് പുതുസാ പ്രസിഡന്റ്, ഇവിടുത്തെ തേവരുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നെങ്കിൽ പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടായി അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? തേടാ പ്രസിഡന്റ് മലയാളീസാണ്. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റെ. ഇവിടുത്തെ തേവരെന്ന് പറയുന്ന കൊച്ചാണനുണ്ടല്ലോ, മഹാനാറിയ. തേവർ ആൾക്കാർ മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. എന്റെ പിള്ളേർ അവന്മാർക്കിട്ട് ശരിക്കും കൊടുത്തു. പിന്നെ തേവരുടെ മോള് ദാ പിശാചു വന്ന് കുറച്ച് ജാട കാണിച്ചപ്പോ ഇവൻ അവക്കിട്ടൊന്നും കൊടുക്കുകയും ചെയ്തു. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് ഈ തെണ്ടിയിൽ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകണ തരുമെന്ന് മക്കളെ. വേണ്ടപ്പാ, വിട്ടിട്ട്. പ്രസിഡന്റ് തേവരാണ് മക്കളെ. നിന്റെയൊക്കെ ശവം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മുതൽ അടി അടിക്കുകയും ചെയ്ത്. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ. ഇനി അവര് പൊയ്ക്കോട്ടെ അപ്പാ. അതെ, വാ മക്കളെ പോകാൻ വരട്ടെ. കുഴഞ്ഞ കുറെ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. സ്തോത്രം. ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്തൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തും തരും തേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാണ് ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ദേവാരെ, ഇതിപ്പോ കാര്യങ്ങൾ ഒരു ഞാൻ വടക്കം പാട്ടിലുള്ള ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ 3 പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സൈസാണ് കയറാൻ പറഞ്ഞവൻ. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ കടിച്ചു കയറ്റി നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവന്റെ ദേഹത്ത് ഒരു പോറ പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ട് നീ വല്ല ടൂർണമെന്റിനും നിൽക്കണ്ട. പണിക്കുമായിട്ടുള്ള ഇടപെടാന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞ മാപ്പ് ഞങ്ങളോട് എക്സ്ക്യൂസ് മീ. ഞങ്ങളിനൊരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. ഏക മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. ഇവര് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അങ്ങോട്ട് മാറി നിൽക്കടാ പാണ്ടി. അവനെ ഏൽപ്പട്ടെ. നീ നിക്ക് വെറുതെ തടി കിടാക്കണ്ട. അവൻ കൈകാര്യം ചെയ്തോളും.
തോട്ടിന് പുറത്തു വന്നാൽ നമുക്ക് അടിക്കല്ല ബലത്തിൽ എഴുതാം ചാടി ചവിട്ടറാ അവന്റെ കൂമ്പിനെ ഔട്ടറാ അത് കാലക്കി മോനെ ഓഹോ പുറന്നടിക്കടാ നീ തൊമ്മന്റെ മോൻ തന്നെ അടിച്ച് കൊല്ലണവന്മാരെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് വാ വാ ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കണം. എന്തും തരാന്ന് പറഞ്ഞതല്ലേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിന് എനിക്ക് കെട്ടിച്ചു വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട, ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കയറി ഇന്ന് അലോൻസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓശാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുടുങ്ങി പോട്ടെ. എടാ എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ അത് ദേവനേട്ടൊരു മനോവിഷമാകത്തില്ല മോനെ. എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ് രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകുക. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ?